ഇടുക്കി വാഹനാപകടത്തിൽ 4 മരണം. പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിയാർകുട്ടി ഇടയോടിയിൽ സ്വദേശി ബോസ്, ഭാര്യ റീന, ഡ്രൈവർ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. അതേസമയം കട്ടപ്പനയ്ക്ക് സമീപം കരിമ്പാനിപ്പടിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. വള്ളക്കടവ് തണ്ണിപ്പാറ റോബിൻ ജോസഫാണ് മരിച്ചത്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, രാവിലെ തന്നെ ഒരു ദുഃഖവാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഈ വണ്ടി കൊക്കയിലേക്ക് മറിയുകയുണ്ടായിരുന്നു. ആദ്യം ഡ്രൈവറെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റീനയും ബോസും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈവർ കൂടി മരിച്ചു എന്നൊരു ദുഃഖവാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്, അല്ലേ? അത്തരത്തിലാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ പുലർച്ചെ തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. രാജാക്കാടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. രാജാക്കാട് പന്നിയാർകുട്ടിക്ക് സമീപമാണ് ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചത്. പന്നിയാർകുട്ടി ഇടയോടിയിൽ ബോസ്, ഭാര്യ റീന ഇവരോടൊപ്പം ജീപ്പിലുണ്ടായിരുന്ന പന്നിയാർകുട്ടി സ്വദേശിയായിട്ടുള്ള അബ്രഹാം എന്നിവരാണ് മരിച്ചത്. അബ്രഹാമാണ് ജീപ്പ് ഓടിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രി 10:30 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പന്നിയാർകുട്ടി പുതിയ പാലത്തിന് സമീപമാണ് ബോസും ഭാര്യയും താമസിക്കുന്നത്. ഈ മുല്ലക്കാലത്തുള്ള ഇവരുടെ ബന്ധുവീട്ടിൽ പോയി തിരികെ വരും വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പന്നിയാർകുട്ടി പള്ളിക്ക് സമീപത്ത് വെച്ച് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും 100 താഴ്ചയിലേക്ക് വാഹനം മറിയുകയുമായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് കുത്തനെയുള്ള ഇറക്കമാണ്, റോഡിന് വീതി കുറവുമാണ്. ഇവിടെ നിയന്ത്രണം വിട്ടതോടെ മറ്റൊരിടത്തും ഇടിപ്പിച്ചു നിർത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ കുഴിയിലേക്ക് ഈ വാഹനം പതിക്കുന്നത്. ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബോസും ഭാര്യ റീനയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അബ്രഹാത്തിനെ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അബ്രഹാം അവിടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് അബ്രഹാം മരിച്ചത്. നിലവിൽ ഇപ്പോൾ ഇരുവരുടെയും 3 പേരുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇടുക്കി കട്ടപ്പനയിലാണ്. ഇടുക്കി കട്ടപ്പനയിൽ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു സ്വിഫ്റ്റ് കാറ് ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള റോബിൻ ജോസഫ് എന്നയാളാണ് മരിച്ചത്. വള്ളക്കടവ് സ്വദേശിയാണ്. അമിത വേഗത്തിലെത്തിയ വാഹനം ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയത്ത് ക്രാഷ് ബാരിയർ വളഞ്ഞ് വാഹനത്തിനുള്ളിലെ മുൻവശത്തോടെ കയറി പിൻവശത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അത്രത്തോളം വേഗതയിലാണ് ആ വാഹനം വന്നിരുന്നത്. ഇത്തരത്തിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പുലർച്ചെ തന്നെ ഇത്തരത്തിൽ വേദന ഉണ്ടാക്കുന്ന മരണങ്ങളുടെ ഒരു വാർത്തയുമായാണ് ഇന്ന് നേരം പുലർന്നത്. ശരി, എന്തായാലും ദുഃഖവാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. 3 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.